ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണ് ഇന്നത്തേത്. ഒന്നാം ഭാഗം വീഡിയോയിൽ നമ്മൾ പഠിച്ചു √2 എന്ന് പറയുന്ന ന്യൂ നമ്പേഴ്സിന്റെ വാല്യൂ എത്രയാണ്? 1.41 ആണ്. അത് കണക്ക് √3യുടെ വാല്യൂ എത്രയാണ്? 1.732 ആണ്. ഇനി എങ്ങനെയാണ് ഈ ന്യൂ നമ്പറും അതോടൊപ്പം നമ്മുടെ 2 എന്ന് പറയുന്ന സാധാ നാച്ചുറൽ നമ്പറും അല്ലെങ്കിൽ എന്താ പറയുക എണ്ണൽ സംഖ്യയും കൊണ്ട് കൂട്ടുന്നത്? അപ്പൊ 2നെ എങ്ങനെ √2 കൂട്ടും? എങ്ങനെയാ കൂട്ടുന്നത്? നിങ്ങൾക്കറിയാം 2 എന്ന് പറഞ്ഞ സംഖ്യ 2 തന്നെ പ്ലസ് ഈ √2ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. √2ന്റെ വാല്യൂ എത്ര? 1.414 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 + 1.414 എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. എങ്ങനെയാ മക്കളെ ഇത് കൂട്ടുന്നത്? അതും ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. 2 എന്ന് പറഞ്ഞ സംഖ്യ വെറും 2 ആണ്. അതിന്റെ ഡെസിമൽ പോയിന്റ് എവിടാ എന്ന് പഠിച്ചു വെച്ചേക്കോ. ഏതൊരു സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് എവിടെയാണ്? ഏതൊരു സംഖ്യ വെറും 2 എന്ന് എഴുതിയാലും അതിന്റെ ഡെസിമൽ പോയിന്റ് എവിടെയുണ്ട്? വലത്തെ സൈഡിലുണ്ട്. അപ്പൊ ആ 2 പോയിന്റ് എനിക്ക് എത്ര ഇടാം? 00 എന്ന് എഴുതാം. എന്തിനു വേണ്ടി അങ്ങനെ 3 0 ഇട്ടെ? അവിടെ തൊട്ട് താഴെ എനിക്ക് എന്ത് എഴുതാനുണ്ട്? 1.414 എന്ന് എഴുതാനുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്. അപ്പൊ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 414. അതാണ് 0.3. അപ്പൊ ആൻസർ എത്ര വരും? 3.414 എന്ന ആൻസർ കിട്ടും മക്കളെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ന്യൂ നമ്പർ ആയിട്ടുള്ള √2ഉം കൂടെ കൂട്ടുന്നത്. സെറ്റാണ്. അടുത്തത് നിങ്ങൾക്ക് കൂട്ടാൻ അറിയാമേ? അത് നിങ്ങളുടെ ഉത്തരം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം എന്തോ √2ന്റെ വാല്യൂ എത്രയാണ്? 1.41. തമ്മിൽ കൂട്ടി നിങ്ങൾക്ക് എഴുതാലോ. അതിന്റെ തൊട്ട് താഴെയുള്ള സംഖ്യ ഞാൻ ചെയ്യാം. അടുത്ത സംഖ്യ കൂട്ടണമെങ്കിൽ √3യുടെ വാല്യൂ നമുക്ക് എഴുതണം. √3യുടെ വാല്യൂ എത്ര? നിങ്ങൾ പറ. 1.732. അപ്പൊ നമുക്ക് എഴുതാം 1.732 എന്ന് എഴുതാം. അപ്പൊ ഈ 1ഉം 1.732 കൂടെ എങ്ങനെ കൂട്ടുന്നത്? ആ സൈഡിൽ കൂട്ടി കാണിച്ചു തരാം. 1 എന്ന് പറഞ്ഞ സംഖ്യ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെസിമൽ പോയിന്റ് എവിടെയാ മക്കളെ? വലത്തെ സൈഡിൽ. ഏത് സൈഡില്? വലത്തെ സൈഡില്. അപ്പൊ 1 പോയിന്റ് എന്തെന്ന് എഴുതാം? 000 എന്ന് എഴുതാം. എന്തിനാ 3 0 ഇട്ട? നിങ്ങൾക്ക് അറിയാം കൂട്ടുന്നതിന് വേണ്ടിയാ. പ്ലസ് തൊട്ട് താഴെ എന്തെഴുതും? 1.732 എന്ന് എഴുതും. ഇനി കൂട്ടുമ്പോൾ എത്ര? 237.2 എന്ന് പറയുമ്പോൾ ആൻസർ ഈസ് 2.732 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തൊട്ട് താഴത്തെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 2നോട് എന്ത് കൂട്ടണം? 1.732 കൂട്ടണം. അപ്പൊ അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇവിടുത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് 2ന്ന് എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്ത്? √2. എങ്ങനെയാ കുറയ്ക്കുന്നത്? നിങ്ങൾക്ക് അറിയാം. 2 മൈനസ് √2ന്റെ വാല്യൂ എത്ര മക്കളെ? √2ന്റെ വാല്യൂ എത്ര? ഓർത്ത് പറ. √2ന്റെ വാല്യൂ എത്ര? 1.414. അത് എപ്പോഴും മനസ്സിൽ വേണം. 1.414. ഇനി എങ്ങനെയാ മക്കളെ ഇത് രണ്ടും കൂടെ കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 2.000 എന്ന് ഇടുക. ഓക്കെ ആണേ. കുറയ്ക്കണം 1.414 എന്നറിയാലോ. ഇനി ഈ 0-ൽ 4 കുറയ്ക്കാൻ പറ്റൂല. നമ്മൾ കടം മേടിക്കുക. എവിടുന്ന കടം മേടിക്കുന്നത്? ഇങ്ങോട്ടാണ് കടം മേടിക്കുന്നത്. പക്ഷേ ഈ 2ന് എവിടെ കടം കൊടുക്കാൻ പറ്റും? ഇവിടുത്തെ സംഖ്യയിലെ കടം കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കടം കൊടുക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുന്നത് കൊണ്ട് ഈ 0 എന്തായി മാറുന്നു? 10 മാറും. തൊട്ടിപ്പത്തെ സംഖ്യ 9. ഈ സംഖ്യ എന്താവും? 9. ഈ സംഖ്യ എത്ര? 1. കുറയ്ക്കാനൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക്. 10-ന്ന് 4 കുറച്ച് എത്ര കിട്ടും? 6. 9-ന്ന് 1 കുറച്ച് 8. 9-ന് 4 കുറച്ച് എത്ര? 5. പോയിന്റ് വല്ലതും ഉണ്ടോ? ഇല്ല. 1-ന്ന് 1 ആയതാണ്ട് ഈ 2 മാറി ഇവിടെ 1 ആയി. 1-ന്ന് 1 കുറച്ച് എന്ത് വരും? 0. ദ ആൻസർ ഈ 0.586 എന്ന ഉത്തരം കിട്ടും. ഓക്കെ ആണ്. സെറ്റ് ആണ്. അടുത്ത് നമുക്ക് കുറയ്ക്കേണ്ട √3 √3യുടെ വാല്യൂ എത്ര? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. 1.732. എത്രയാണ്? 1.732. 1.732 എന്ത് കുറയ്ക്കണം? 1 കുറയ്ക്കണം. കണ്ടോ? 1.732 എത്ര കുറയ്ക്കണ്ടേ? 1 കുറയ്ക്കണം. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. 1.732 എന്ന് ഞാൻ എഴുതി മൈനസ്. ഈ 1 എന്താ എഴുതേണ്ട? എങ്ങനെയാ? 1 എന്ന് എഴുതിയാൽ 1ന്റെ എവിടാ പോയിന്റ്? വലത്തെ സൈഡിൽ. അതുകൊണ്ട് നമുക്ക് എഴുതാണ്ട 1.000 എന്ന് എഴുതാം. അപ്പൊ കുറയ്ക്കുമ്പോൾ എത്തിട്ടും 237.0. അപ്പൊ ആൻസർ ഈ 0.732 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റാണ്. ഇത് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? √2ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1.414. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 1 കുറയ്ക്കണം. നിങ്ങൾ ചെയ്യുമല്ലോ. അടുത്തതായി ഈ ചോദ്യം എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അപ്പൊ എങ്ങനെയാ ചോദ്യം ചെയ്യുന്നത് നോക്കുക. ഇവിടെയാണ് മൈനസ് ഉള്ളത്. അപ്പൊ ഈ സംഖ്യയിൽ നിന്നും
കുറയ്ക്കണം ദാ ഈ സംഖ്യ. ഓക്കെയാണ്. അപ്പൊ ദാ ഇതുപോലെ -1 ഇവിടെ ബ്രാക്കറ്റ് വന്നാൽ ആ ബ്രാക്കറ്റ് തുറക്കണം. അപ്പൊ ഞാൻ ചെയ്യുന്ന വരി പഠിച്ചു വെച്ചോണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവും നോക്കണം. അപ്പൊ ആദ്യത്തെ സംഖ്യ 1 + √2 + √3ക്ക് യാതൊരു മാറ്റവും ഇല്ല, പിന്നെയാണ് മാറ്റം. കണ്ടോ, ഈ മൈനസ് ആണ് ഈ മൈനസ്, കണ്ടല്ലോ. ഓക്കെ, സെറ്റാണ്. ഇനി മൈനസ് എന്ത് വരും? -2 വരും. കണ്ടോ, അതാണ്ട് ഈ ആദ്യത്തെ 2 എടുത്ത് ഇവിടെ എഴുതി. ഓക്കെ, സെറ്റാണ്. ഇനി ഈ പ്ലസ് മാറ്റിയിട്ട് എന്തെഴുതണം? കണ്ടോ, ഇങ്ങനെ മൈനസ് ഓഫ് ബ്രാക്കറ്റ് വരുമ്പോൾ ഈ അകത്ത് കിടക്കുന്ന പ്ലസ് എന്തായി മാറുന്നു മക്കളെ? ഇവിടെ വരുമ്പോൾ മൈനസ് ആവുന്നു. സെറ്റാണ്. അത് സൂക്ഷിച്ച് ഓർത്ത് വെച്ചോണം. കണ്ടേ, ഞാൻ പറഞ്ഞ കേട്ടെ, ഇതാണ്ട് ഈ പ്ലസ് എന്തായി മാറി ഇവിടെ എത്തുമ്പോൾ മൈനസ്. എപ്പോഴാ? ഈ ബ്രാക്കറ്റ് തുറന്നപ്പോൾ. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. ഇനി നിങ്ങൾ പറ, ഒരേപോലത്തെ ചിഹ്നമുള്ള വ്യത്യസ്ത ചിഹ്നമുള്ള എന്തുണ്ട് നോക്കി? ഇത് +√2ഉം ഇത് -√2. അവർ ക്യാൻസൽ ആയി പോകും കേട്ടെ. ഇത് എന്ത് √2? +√2. ഇത് എന്ത് √2? -√2. 2 - 2 പോലെയാണ് ഇതും ചിന്തിക്കേണ്ടത്. √2 -√2 എന്ത് വരും? 0. √2 -√2 എന്തൊരു ഉത്തരം? 0. സെറ്റ്. അതുകൊണ്ടാണ് അത് വെട്ടിക്കളഞ്ഞ പോലെ എഴുതി. അപ്പൊ ബാക്കി എന്തുണ്ട്? ബാക്കി ഈ ചോദ്യത്തിനകത്ത് എന്തുണ്ട്? 1 + √2 -2 ഉണ്ടെന്ന് നമുക്കറിയാം. ഇനി ആ 2നെയും 1നെയും അടുപ്പിച്ച് എഴുതാം. 1 - 2 + √2 ഉണ്ടെന്ന് നമുക്ക് എഴുതാം. 1 - √2 എത്ര ഉത്തരം വരുന്നത്? നിങ്ങൾക്കറിയാം, ഇത് +1 ആണ്. വ്യത്യസ്ത ചിഹ്നം വന്നാൽ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഉത്തരം 1. പക്ഷെ എന്തിനാ ഉത്തരം വരുന്നത്? -1. കണ്ടോ, ഈ +1ഉം -2ഉം കൂടെ ചെയ്താൽ ഉത്തരം എന്താ വരുന്നത്? -1 ആയിരിക്കും. അറിയാമല്ലോ, വ്യത്യസ്ത ചിഹ്നം. ഇത് പ്ലസ്, ഇത് മൈനസ്. കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 1 കിട്ടും. വലുതിന്റെ ചിഹ്നം മീൻസ് -2ന്റെ ചിഹ്നമായ മൈനസ്. അങ്ങനെയാണ് അത് കിട്ടിയത്. പിന്നെ എന്തോരും? +√3 എന്ന് വരും നിങ്ങൾക്കറിയാം. ഇനി ഇതിനെ തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും? നിങ്ങൾക്കറിയാം, √3 - 1. പ്രശ്നമൊന്നുമില്ലാണ്ട് ഈ √3 എടുത്ത് ദാ ഇവിടെ എഴുതി. എന്നിട്ട് ദാ ഈ -1നെ എടുത്ത് ദാ ഇവിടെ എഴുതി. അപ്പൊ ഉത്തരം എന്തോ? √3 - 1. ഇനി നിങ്ങൾക്കറിയാം, √3 - ദാ ഇവിടെ കിടപ്പുണ്ട്. ഈ √3 - 1ന്റെ വാല്യൂ എത്ര? ദാ ഇവിടെ ഉണ്ടല്ലോ. നോക്ക്, √3 - 1 എത്ര? 0.732. therefore the answer is 0.732 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം 0.732. ഇത് വൃത്തിക്ക് മനസ്സിലാക്കി പഠിച്ചോണം. ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. 2 + 1 + 1 അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഈ 2ഉം 1ഉം കൂടെ കൂട്ടുമല്ലേ? 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ 3 തന്നെ. അപ്പൊ നമുക്കറിയാം 3 + √3 ആയി. അപ്പൊ നിങ്ങൾക്ക് സംശയമില്ല, ഈ 3 എവിടെ നിന്ന് വന്ന്? ഈ 2ഉം 1ഉം കൂടെ കൂട്ടിയാൽ 3 കിട്ടും. സെറ്റാണ്. ഇനി 3 + √3 ചെയ്യാൻ എന്ത് ചെയ്യണം? 3 + എത്രയാ √3യുടെ വാല്യൂ മക്കളെ? √3യുടെ വാല്യൂ എത്ര? ഞാൻ മറിച്ച് കാണിക്കണ്ടല്ലോ. √3യുടെ വാല്യൂ എത്ര? 1.732. 1.732 കൂട്ടണം. അപ്പൊ എങ്ങനെയാ കൂട്ടുന്നത്? 3 എന്ന് പറയുന്നത് 3.000 ആയിരിക്കും. പ്ലസ് 1.732 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2 3 7.4 എന്ന് പറയുമ്പോൾ ഉത്തരം 4.732 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, സെറ്റാണ്. ഇനി തൊട്ട് താഴെയുള്ള ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ കാണുന്നുണ്ട് മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് തുറക്കുമ്പോൾ കണക്ക് മാറ്റം വരരുത്. ഉത്തരം നോക്കി ചെയ്യുക. 3 + √3ക്ക് യാതൊരു മാറ്റവും ഇല്ല. -1ഉം അതുപോലെ എഴുതി. കണ്ടോ, ഈ മൈനസും ഈ 1ഉം അതുപോലെ എഴുതി. കണ്ടോ, -1. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലസിന് മാറ്റം വരും കേട്ടോ. ആ പ്ലസ് മാറി എന്താവും? -√2 ആകും. അകത്തെ പ്ലസ് മാറി -√3 ആകും. കണ്ടോ, ശ്രദ്ധിച്ചോ? ഈ പ്ലസിന് മാറ്റം വന്ന് ഇവിടെ മൈനസ് ആയി, ഈ പ്ലസിന് മാറ്റം വന്ന് ഇവിടെ മൈനസ് ആയി. എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാനുള്ള? കുറയ്ക്കാനുള്ള. അപ്പൊ അത് ഓരോന്നും കുറയ്ക്കുന്നതായിട്ട് എഴുതി, വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെയാണ്, സെറ്റാണ്. ഇനി അടുത്ത വരിയിൽ നിങ്ങൾ നോക്കൂ, ഒരേപോലത്തെ എന്തെങ്കിലും ഉണ്ടോ? യെസ് ഉണ്ട്. നിങ്ങൾ കണ്ടോ? എന്തോ ഇതെന്താ? √+√3യും ഇതെന്തരാണ്? -√3. അപ്പൊ എന്താ? √3 - √3 എന്ന് പറയുമ്പോൾ 0 ആകും. അല്ലെങ്കിൽ ഈ വാല്യൂയും വെട്ടിക്കളയാം. എന്തുകൊണ്ടാണ് വെട്ടിക്കളഞ്ഞ? ഇത് +√3യും ഇത് -√3 കൂട്ടി വരുമ്പോൾ ഉത്തരം എന്തായി പോവും? 0. അതുകൊണ്ടാണ് അത് വെട്ടിക്കളയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത വരിയിൽ എഴുത് 3 - 1 -√2 ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇനി 3 - 1 എത്ര? 3 1 കുറച്ച് എത്ര? 2 വരും. അപ്പൊ എന്ത് വരും? 2 - √2 വരും. അടുത്ത പറ 2 - √2ന്റെ വാല്യൂ എത്ര? √2ന്റെ വാല്യൂ എത്ര? 1.414. അങ്ങനെയാണ് നിങ്ങൾ പറ, ഇതിന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. 2 - 1.414 ചെയ്തിട്ടുണ്ടോ? 2 - √2 ചെയ്തിട്ടുണ്ടോ? അതാണ്ട് ഇതല്ലേ 2 - √2 അല്ലേ? ഇതല്ലേ നമുക്ക് വേണ്ടതാണ്ട്. 2 - √2 നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഉത്തരം എത്ര? 0.414
586. അതുകൊണ്ട് ഞാൻ അതങ്ങ് എഴുതുന്നേ ഉള്ളൂ. 0.586 ആണ് ആൻസർ. സെറ്റാണ്. ഞാൻ നേരത്തെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഒന്നുകൂടെ പഠിപ്പിക്കാത്തത്. അതുകൊണ്ട് ഈ കണക്കിൽ ഞാൻ പഠിപ്പിച്ചു. ഓക്കെ, സെറ്റാണ്. അപ്പോൾ 2 - 1.44 എത്ര വരും? 0.58. √2 കൂടെ കൂട്ടണം. അപ്പോൾ നിങ്ങൾക്കറിയാം √3യുടെ വാല്യൂ 1.732ഉം ഇതും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ എങ്ങനെ കൂട്ടുന്നതെന്ന് കാണിച്ചു തരാം. 1.732 പ്ലസ് 1 പോയിന്റ്, പോയിന്റ് ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് വരണം. 414 കൂട്ടുമ്പോൾ എത്ര? 6 4 11 7 4 11 ശിഷ്ടം ഇപ്പുറത്തും പോയിന്റ് ഇടുക. ഉത്തരം എത്ര വരും? 3.416 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെയാണ്, സെറ്റാണ്. ഇനി കുറയ്ക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതാ ഈ 12ാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാമല്ലോ. എന്താണ്? ഈ സംഖ്യയോടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. നോക്ക്, മൈനസ് ആണ്, കുറയ്ക്കാമല്ലോ. സെറ്റാണ്. ഇനി നിങ്ങൾ പറ, √5 √5 പോയ ഉത്തരം എന്തുമായിരിക്കും? ഒരേ സംഖ്യ തമ്മിൽ കുറച്ചാൽ, ഈ രണ്ട് സംഖ്യ ഒരേ സംഖ്യ കുറച്ചാൽ എത്ര ഒരു ഉത്തരം? 0. സംശയമൊന്നുമില്ല. ആൻസർ ഈസ് 0. √5 √5 കൂടെ ഗുണിച്ചാൽ എന്ത് സംഭവിക്കും മക്കളെ? ഉത്തരം നിങ്ങൾക്കറിയാം, 5 ആയിരിക്കും ആൻസർ. √2 കൂടെ ഗുണിച്ചാൽ ഉത്തരം എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കും. അപ്പൊ തന്നിരിക്കുന്നതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചോദ്യം. അപ്പൊ ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. തന്നിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ഇതാ ഇവിടെ വരച്ചു. എന്താ പറഞ്ഞേക്കുന്നത്? ദ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റർ. എന്താ പറഞ്ഞേക്കുന്നത്? ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡാണല്ലോ ഹൈപ്പോട്ടിന്യൂസ്, അല്ലെങ്കിൽ എന്താ മലയാളം? കർണം എന്ന് പറയുന്നത്. ആ കർണം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെറ്റാണ്. അത് കഴിഞ്ഞിട്ട് വൺ ഓഫ് ദ അതർ സൈഡ്, മറ്റൊരു സൈഡ്, ഏത് സൈഡോ ആവും, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, ഏത് സൈഡാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക, അതിലൊന്നും കാര്യമില്ല. പറഞ്ഞിട്ടുണ്ട് എത്ര? 1/2 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താണ്? കാൽക്കുലേറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. എന്തോ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. ഇതാണ്ട് ഈ 3 വശവും കൂടെ കൂട്ടുന്നതാണ് മക്കളെ പെരിമീറ്റർ. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ സൈഡാണ്, അല്ലെങ്കിൽ ABC-യിലെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? AC എത്രയെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ പെരിമീറ്റർ കിട്ടൂ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, AB പ്ലസ് BC പ്ലസ് എന്ത് ചെയ്യണം? AC ചെയ്യണം. കണ്ടോ? പെരിമീറ്റർ കിട്ടണമെങ്കിൽ ഈ 3 സൈഡിലൂടെ കൂട്ടണം. അതിലാരില്ല? AC ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? നിങ്ങൾക്ക് ഞാൻ ഇക്വേഷൻ പണ്ട് കഴിഞ്ഞ വീഡിയോയിലേ പഠിപ്പിച്ചു വെച്ചേക്കുക. ഇതാ ഈ നീളം കൂടിയ സൈഡ് അല്ലാത്ത ഏത് സൈഡ് കണ്ടുപിടിക്കാൻ നേരത്തും കുറയ്ക്കണം. അങ്ങനെ പഠിച്ചത് ഓർമ്മയുണ്ടോ? കുറയ്ക്കണം എന്ന് പഠിച്ചത് എന്ന് പറയുമ്പോൾ AC² കണ്ടുപിടിക്കാനായിട്ട് കുറയ്ക്കണം. ആരൊക്കെ തമ്മിൽ കുറയ്ക്കണം? നിങ്ങൾ പറ. ഈ 1.5യുടെ സ്ക്വയറും അത് കണക്കാരും കൂടെ കുറയ്ക്കണം. 1/2യുടെ സ്ക്വയറും തമ്മിൽ കുറയ്ക്കണം. സെറ്റാണ്. ഈ സൈഡിൻ്റെ സ്ക്വയറും ഈ സൈഡിൻ്റെ സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഏത് സൈഡ് കണ്ടുപിടിക്കാൻ? ഈ സൈഡ്. ഓർമ്മയുണ്ട ഇക്വേഷനൊക്കെ നമ്മൾ 1ാമത്തെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ട് പഠിച്ചേ പറ്റൂ. ഓക്കെയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു എളുപ്പമാർഗം പറഞ്ഞുതരാം. ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 1.5. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം? നിങ്ങൾ പണ്ടേ പഠിച്ചു വെച്ചിട്ട്, നിങ്ങൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നിങ്ങൾക്കറിയാം. നോക്ക്, 2 ഒന്നുകൂടെ ഗുണിക്കുമല്ലേ? 2 ഒന്നുകൂടെ ഗുണിച്ച് 2 × 1 ചെയ്താൽ 2, അതിൻ്റെ കൂടെ 1 കൂട്ടിയ 3. അങ്ങനെ നമുക്ക് ഈ 1.5 പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതും? 3/2. അപ്പോൾ എങ്ങനെയാണ് ഈ 3 കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ 2ഉം ഈ 1ഉം കൂടെ എന്ത് ചെയ്യും? ഗുണിക്കും. 2 1 2, അതിനോട് ഈ മേലത്തെ 1 കൂട്ടും. അങ്ങനെ 3/2 അല്ലെങ്കിൽ 3ന്റെ പകുതി തന്നെയാണ് 1.5. അപ്പോൾ ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതി കൂടെ. അപ്പോൾ നമുക്ക് എഴുതാം AC² = 3/2. എളുപ്പമാർഗ്ഗമാണേ പറയുന്നത്. അപ്പോൾ ഈ അകത്ത് കിടക്കുന്ന 1.5 നമ്മൾ എന്തെന്ന് എഴുതി? 3/2. എന്നിട്ട് അതിൻ്റെ പുറത്തൊരു സ്ക്വയർ ഉണ്ട്, കളയല്ലേ? മൈനസ്. അപ്പുറത്താര? 1/2ന്റെ സ്ക്വയർ. സെറ്റാണ്. ഇനി അടുത്ത വരിയിൽ നമുക്ക് എഴുതാം AC² പറ 3ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം ആദ്യമേ. 3ന്റെ സ്ക്വയർ എത്ര? 9/. ഇനി പറ 2ന്റെ സ്ക്വയർ എത്ര? 2ന്റെ സ്ക്വയർ എത്ര? 4. മൈനസ്. പറ 1ന്റെ സ്ക്വയർ എത്ര? 1ന്റെ സ്ക്വയർ എത്ര? 1/. 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പൊ നമുക്ക് കിട്ടി AC² എന്ത് ചെയ്യണം? ഇവര് തമ്മിൽ കുറയ്ക്കണം. എങ്ങനെയാ കുറയ്ക്കുന്നത്? ഇവിടെയും 4 ഇവിടെയും 4 തന്നെ. അപ്പൊ മുകള് തമ്മിൽ കുറച്ചാൽ മതി. 9ന്ന് 1 കുറയ്ക്കണം. 9ന്ന് 1 കുറച്ചാൽ 8. അപ്പൊ നമുക്ക് കിട്ടും എന്ത്? 8/4 എന്ന ഉത്തരം കിട്ടും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം AC² എത്ര? 2 എന്ന ഉത്തരം കിട്ടും. സംശയത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര? 2. അവിടെ നിന്ന് AC പറ മക്കളെ. AC എന്ന് പറയുമ്പോൾ ഉത്തരം √2 എന്ന വാല്യൂ കിട്ടും. അത്രയും എന്താണ്? മീറ്ററിലാണ് കിട്ടുന്നത് കേട്ടല്ല. AC എത്ര വരും? √2 മീറ്റർ.
ഓക്കെയാണ്. അപ്പോൾ ഇവിടേക്ക് ഞാൻ എഴുതുന്നു √2 മീറ്റർ ആണ്. ഇനി ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തുവാ? പെരിമീറ്റർ. കണ്ടുപിടിക്കാൻ ആദ്യം എ ബി എത്ര? എ ബി എത്ര? അര. അപ്പൊ അര പ്ലസ് ബി സി എത്ര? 1.5 നിങ്ങൾക്കറിയാം. പ്ലസ് എ സി എത്ര? ഇപ്പം കിട്ടി. എ സി എത്ര? √2. ഇത്രയും കൂട്ടണം. ഓക്കെ. അരയും ഇതിനെ എങ്ങനെ എഴുതാം? ഇത് അരയാണെന്ന് നിങ്ങൾക്കറിയാം. പ്ലസ് ഇതിനെ നമ്മൾ ഇപ്പൊ പഠിച്ചു കളി 1.5 നമ്മൾ എങ്ങനെ എഴുതുന്ന പഠിച്ചത്? 3/2. 1.5 എങ്ങനെ എഴുതും? 3/2. അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. പ്ലസ് √2. ഇനി നോക്ക്, /2 ആണ്. ഇവിടെയും /2. രണ്ടിടത്തും /2 ആണെങ്കിൽ ഈ മുകളിലത്തെ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ ഉത്തരം എത്ര? 4/2 പ്ലസ് √2 എന്ന് വരും. 4/2 എത്ര? 2 പ്ലസ് √2 എന്ന് വരും. 2 പ്ലസ് √2 ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ നേരത്തെ ചെയ്തതാ, നിങ്ങൾക്കറിയാം. എന്നാൽ പോലും ഒന്നുകൂടെ ഒന്ന് ചെയ്യാം. 2 പ്ലസ് √2ന്റെ വാല്യൂ എത്ര? 1.414 ആണെന്നറിയാം. അപ്പൊ എങ്ങനെയാ കൂട്ടുന്നത്? 2.000 എന്ന് എഴുതും. പ്ലസ് 1.414 എന്ന് എഴുതും. ഉത്തരം 4 1 4. ഉത്തരം 3.414 എന്ന് ഉത്തരം കിട്ടും. ഇത്രയും എന്തിലാ കിട്ടിയത് മക്കളെ? മീറ്ററിലാണ് കിട്ടിയത്. നോട്ട് ദ പോയിന്റ്. ഉത്തരം വന്നത് എന്തിലാണ്? മീറ്റർ. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോകാം. എല്ലാവരും അത് എഴുതി വെച്ചിട്ട് അങ്ങ് പോകും. ഉത്തരം തെറ്റായിരിക്കും. നമ്മൾ കണ്ടുപിടിക്കേണ്ട അപ് ടു എ സെന്റിമീറ്റർ. അപ്പൊ പെരിമീറ്റർ കൃത്യമായി സെന്റിമീറ്റർ വരെ കൃത്യമായി കണ്ടുപിടിക്കുക എന്നാ പറഞ്ഞേക്കുന്നത്. എന്തിലാണ്? സെന്റിമീറ്ററിൽ കണ്ടുപിടിക്കണം. അപ്പൊ ഈ കിട്ടിയത് എന്താണ്? മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ മക്കളെ, നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ. അപ്പൊ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ. 2 മീറ്റർ എത്ര? 200 സെന്റിമീറ്റർ. അപ്പൊ എന്താ ഈ പറയുന്ന മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്തു ചെയ്യണം? നിങ്ങൾ പറ. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. നോക്ക്, ഒന്നിനെ എന്ത് ഗുണിച്ചു? ഇവിടെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. സെയിം കൺസെപ്റ്റ്. ഈ കിട്ടിയ ഉത്തരത്തിന് 3.414നെ എന്തുമായി ഗുണിക്കണം? 100മായി ഗുണിക്കണം. അപ്പോൾ ഉത്തരം 341.4 എന്ത് വരും? സെന്റിമീറ്റർ എന്ന ഉത്തരം കിട്ടും കേട്ടോ. ഞാൻ കൃത്യ വാല്യൂ ആണ് എടുത്തേക്കും. ചിലവർക്കൊക്കെ ചിലപ്പോൾ ഈ 0.4 കളയും. പക്ഷെ ഞാൻ എടുത്ത വാല്യൂവിൽ √2ന്റെ വാല്യൂ എന്തെന്ന് എടുത്തേക്കുന്നത് നോക്കും മക്കളെ? 1.414 ആണ് കേട്ടോ. ഈ 4 എടുത്തില്ലെങ്കിൽ ഇവിടെ ഈ 4 കാണൂല കേട്ടോ. അതിലൊന്നും ആർക്കും ഡൗട്ട് വേണ്ട. ഉത്തരം എന്ന് പറയുന്നത് 100മായിട്ട് ഗുണിക്കാൻ നേരത്തെ എന്താ സംഭവിക്കുന്നത്? ഈ പോയിന്റ് 2 വട്ടം ചാടി ഇവിടെ വരും. അങ്ങനെയാണ് ഇവിടെ പോയിന്റ് വന്നത്. സെറ്റാണ്. അപ്പോൾ ഉത്തരം 341.4 സെന്റിമീറ്റർ ആണ് ഈ ത്രികോണത്തിന്റെ എന്ത്? ചുറ്റളവ്. ചോദ്യം എന്താ പറഞ്ഞേക്കുന്നത്? ദ പിക്ചർ ബിലോ. ഈ കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്ന് വെച്ചാൽ എന്തോ മക്കളെ? എന്തോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. എല്ലാ വശവും തുല്യമായിട്ടുള്ള ത്രികോണമായിരുന്നു ഈ കൊടുത്തിരിക്കുന്നത്. ഇതല്ല, ഇതിനകത്ത് എന്തോ ഒരു മുറിവ് സംഭവിച്ചുകൊണ്ട് കട്ട് ഇൻറ്റു 2 ട്രയാങ്കിൾ. അപ്പൊ ഇതൊരു വലിയ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നു. ഉണ്ടായിരുന്ന ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇതുപോലെ ആയിരുന്നിരിക്കണം. അപ്പൊ എന്തോ ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകത നോക്ക്. ഇവിടെ 2 എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ അർത്ഥം എന്തോ? ഇവിടെ 2 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 2 മീറ്റർ ആയിരിക്കും, താഴെയും 2 മീറ്റർ ആയിരിക്കും. ഇതുപോലൊരു ത്രികോണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ത്രികോണത്തിന് ഇവിടെ വെച്ച് ഇങ്ങനെ മുറിച്ചിട്ട് എത്ര ത്രികോണങ്ങളാക്കി? 2 എണ്ണമാക്കി. അതാണ് ഈ ആദ്യത്തെ വരി പറഞ്ഞിരിക്കുന്നത്. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്? ഈ ഒരു കഷ്ണത്തിന്റെ പെരിമീറ്റർ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇപ്പൊ ഈ ചുമന്നയിൽ വരച്ചേക്കുന്നുണ്ടോ? ആ കഷ്ണത്തിന്റെ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടല്ലോ. നമുക്ക് ആ കഷ്ണം കണ്ടാൽ മതി. ഈ 2 മീറ്റർ ആയിരുന്നതിനെ കറക്റ്റ് നടുക്കൂടെ മുറിച്ചേക്കുക നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര മീറ്റർ ആണ്? 1 മീറ്റർ അല്ലയോ? സെറ്റ് അല്ലയോ? അപ്പൊ ഈ ത്രികോണത്തിന്റെ ഇവിടെ 2 കിട്ടി, ഇവിടെ എത്ര കിട്ടി? 1 മീറ്റർ കിട്ടി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇവിടുത്തെ ഡിഗ്രി എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇത് മുറിച്ചപ്പോൾ എന്തായാലും നേരെ അല്ലേ മുറിച്ചേക്കുന്നത്. അപ്പൊ 90 ഡിഗ്രി അല്ലയോ? അപ്പൊ ഈ കൊടുത്തിരിക്കുന്നത് ഒരു മട്ടത്രികോണമല്ലേ? സെറ്റ് അല്ലേ? മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് നിങ്ങൾക്ക് കിട്ടൂലേ? നമുക്കത് പഠിക്കാം. അപ്പോൾ നമ്മുടെ മുറിച്ച് കിട്ടിയ ട്രയാങ്കിൾ ഈ മുറിഞ്ഞിരിക്കുന്ന ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. നമുക്ക് താഴെ എന്ത് കിട്ടി? 1 മീറ്റർ. എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ ഇത് 2 മീറ്റർ ആണ്. അത് പകുതി മുറിച്ചതുകൊണ്ട് ഇത് 2 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ബി സിയും കൂടെ കണ്ടുപിടിച്ചാലല്ലേ പെരിമീറ്റർ എനിക്ക് എഴുതാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ഈ ബി സി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നിങ്ങൾക്കറിയാം. ബി സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ബി സി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി സിയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നീളം കൂടിയ സൈഡ് അല്ലല്ലോ അത്. നീളം കൂടിയാണെങ്കിൽ കൂട്ടണം, ബാക്കി 2 കേസിലും കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം 2ന്റെ സ്ക്വയറിൽ നിന്ന് 1ന്റെ സ്ക്വയർ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ബി സിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4ൽ നിന്ന് 1 കുറയ്ക്കണം. 2ന്റെ സ്ക്വയർ 4 നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി ബി സി സ്ക്വയർ സമം നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. അവിടെ നിന്ന് ബി സി എത്ര എന്ന് ചോദിച്ചാൽ
√3 എന്തിനാണ് തന്നേക്കുന്നത്? മീറ്റർ. √3 മീറ്റർ. അപ്പൊ ബി സിയുടെ നീളം കിട്ടി. എന്ത്? ബി സിയുടെ നീളം കിട്ടി √3 മീറ്റർ. ഇനി എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദീസ്. അപ്പം പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ, ഞാൻ കൊടുത്ത ട്രയാങ്കിളിന്റെ പേരെന്ന് പറയുന്നത് ABC ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ ABC എന്ന് എടുക്കുന്നു. അത് കണ്ടുപിടിക്കാൻ എന്താ? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്തൊക്കെ ചെയ്യണം മക്കളെ? ഇതാ ഈ 3 സൈഡും കൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. 2 1 √3. അപ്പൊ എന്തൊക്കെ തമ്മിൽ 2 + 1 + √3 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ 2 ഒന്നുകൂടെ കൂട്ടി എത്ര? 3. 2 ഒന്നുകൂടെ കൂട്ടി 3 + √3. അത് നിങ്ങൾക്കറിയാം. 3 + എത്ര? 1.732 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ എഴുതാം? 4.732. കണ്ടോ? എന്ത് ചെയ്താൽ മതി? ഈ 3ഉം ഈ 1ഉം കൂടെ കൂട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ 4 കിട്ടും. ബാക്കി അതുപോലെ. അത്രയും എന്തിൽ കിട്ടും? മീറ്റർ ആയിരിക്കും ഉത്തരം. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് 4.732 മീറ്റർ ആയിരിക്കും. എന്തെന്ന് പറയുന്നത്? ഈ ഒരു കഷ്ണത്തിന്റെ ചുറ്റളവ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. മുഴുവൻ ത്രികോണത്തെക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു എന്നാണ് ചോദ്യം. മുഴുവൻ ത്രികോണം എന്ന് പറഞ്ഞാൽ ഈ വലിയ ത്രികോണം ഞാൻ ആദ്യം വരച്ചു കാണിച്ചില്ലോ, ഇനി അത് ഓർക്കണം. ആ മുഴുവൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കൂലേ? ആ ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം ഇതായിരിക്കൂലേ? ഇതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിന്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മുഴുവൻ ത്രികോണത്തിന്റെ ചുറ്റളവ്. ഹോൾ ട്രയാങ്കിൾ, പെരിമീറ്റർ ഓഫ് ഹോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 + 2 + 2 ആയിരിക്കും. എന്ന് പറയുമ്പോൾ എത്ര? 2 4 6 മീറ്റർ ആയിരുന്നു മുഴുവൻ ത്രികോണത്തിൻ്റെത്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ എത്രയായിരുന്നു? നമുക്ക് കിട്ടിയല്ലോ. ആ ത്രികോണത്തിന്റെ എത്രയാണ്? 4.732 ആയിരുന്നു. അപ്പൊ ആ മുഴുവൻ ത്രികോണവും ഇതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? തമ്മിൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ കുറച്ച ഉത്തരം എത്രയാ? 6.000 എന്ന് എഴുതാ. കുറയ്ക്കുക. 4.732 എന്ന് എഴുതുക. എന്നിട്ട് കടം കൊടുക്കൂന്നറിയാം. ഇത് എത്രയായി മാറും? 10. ഇത് 9. ഇത് 9 ആവും. പക്ഷെ ഇത് എത്ര ആവും? 5 ആയിട്ട് മാറും. 10 ന്ന് 2 കുറച്ച 8. 9 ആവുമ്പോൾ 6. 9 2 പോയിന്റ് എത്ര വരും? 1.268 മീറ്ററിന്റെ വ്യത്യാസമുണ്ട്. ഏതൊക്കെ ത്രികോണങ്ങൾ തമ്മിൽ? ഈ മുഴുവൻ ത്രികോണവും ഈ കഷ്ണവും തമ്മിലുള്ള ചുറ്റളവിലെ വ്യത്യാസം എത്രത്തോളം കുറവുണ്ട്? 1.268ന്റെ കുറവുണ്ട്. തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ആദ്യമേ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ വെച്ചുകൊണ്ട് അടുത്ത ട്രയാങ്കിളിന്റെ ബേസ് 1 മീറ്റർ കൂട്ടി പുതിയൊരു ത്രികോണം ഉണ്ടായി. പിന്നെയും എന്ത് ചെയ്തു? 1 മീറ്റർ നീട്ടി പുതിയൊരു ത്രികോണം. അങ്ങനെ പോകുന്ന ത്രികോണത്തിലെ 10ാമത്തെ ത്രികോണത്തിൽ, ഇത് എത്രാമത്തെ? ഇത് 1ാമത്തെ, ഇത് 2ാമത്തെ, ഇത് 3ാമത്തെ, ഇത് 4ാമത്തെ, അങ്ങനെ പോയി 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെയാണ്. അപ്പൊ എത്രാമത്തെ ത്രികോണത്തിന് കണ്ടുപിടിക്കണം? 10ാമത്തെ. ഈ പടത്തിൽ എത്ര എണ്ണേ ഉള്ളൂ? 1 2 3 4 എണ്ണേ ഉള്ളൂ. ഇത് കണക്ക് 10ാമത്തെ ത്രികോണത്തിന്റെ വശം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ ട്രയാങ്കിൾ 1നെ കുറിച്ച് എഴുതാണ്ട്. ഇതാണ് നമ്മുടെ 1ാമത്തെ ത്രികോണം. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ട്രയാങ്കിൾ 1 എന്ന് ഞാൻ ഹെഡിങ് കൊടുക്കുകയാണ്. 1ാമത്തെ ത്രികോണം ട്രയാങ്കിൾ 1. അതിനെ കുറിച്ച് പറ. അതിന്റെ ബേസ് എത്ര? അതിരിക്കുന്ന പാദം, മലയാളം മീഡിയം എഴുതിക്കോണം. പാദം കണ്ടോ? ഈ ത്രികോണത്തിന്റെ പാദമാണ് 1 മീറ്റർ. അപ്പൊ ബേസ് എത്ര എന്ന് ഞാൻ എഴുതുന്നു? 1 മീറ്റർ. സംശയമൊന്നുമില്ലല്ലോ. അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം എത്ര ആയിരുന്നു? ഓൾട്ടിറ്റ്യൂഡ് എത്ര നിങ്ങൾ നോക്കിയാണ് മക്കളെ? ഓൾട്ടിറ്റ്യൂഡ് എത്ര? 1 മീറ്റർ. നിങ്ങൾക്കറിയാം. ഇതാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരം. അപ്പൊ 1ാമത്തെ ത്രികോണത്തിന്റെ ഉയരം എത്രയായിരുന്നു? 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര കിട്ടും? നിങ്ങൾക്കറിയാം. ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ചരിഞ്ഞ നീളം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് കൂട്ടണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള 1² + 1² ചെയ്യണം. എന്ന് പറയുമ്പോൾ 1 + 1 വരും, അല്ലെങ്കിൽ 2 വരും. അവിടെ നിന്ന് വെറും ഹൈപ്പോട്ടിന്യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ പറ, ഹൈപ്പോട്ടിന്യൂസ് എത്ര കിട്ടും എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. √2 വരും. അപ്പോൾ ഈ ചരിഞ്ഞ സൈഡ് എത്ര വരും? √2. കണ്ടോ? അതാണ് 1ാമത്തെ ട്രയാങ്കിളിന്റെ ഒരു സൈഡും കൂടെ കിട്ടി. ഈ സൈഡ് എത്ര വന്നു? √2. സെറ്റാണ്. അപ്പൊ ആ ചരിഞ്ഞ സൈഡ് എത്ര വന്നു? √2. അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ 2 എഴുതാം. ഇതാണല്ലോ 2ാമത്തെ ത്രികോണം. 2ാമത്തെ ത്രികോണം കണ്ടല്ലോ. ഏതാണ് 2ാമത്തെ ത്രികോണം? സംശയമൊന്നും വേണ്ട. ഇതാണ് 2ാമത്തെ ത്രികോണം.
അപ്പോൾ ഞാൻ ഹെഡിങ് കൊടുക്കുന്നു ട്രയാങ്കിൾ 2 കൂടെ ഒന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് പലതും മനസ്സിലാവും. ട്രയാങ്കിൾ 2ന്റെ കാര്യത്തിലും ബേസ് കൂട്ടുന്നത് എപ്പോഴും എത്ര തന്നെയാണ്, അതിൻ്റെ പാദം എത്ര കൂട്ടുന്നത് മക്കളെ? ഈ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെയും പാദം എത്ര തന്നെയാണ്? 1 മീറ്റർ. മൂന്നാമത്തെ ത്രികോണത്തിൻ്റെയും പാദം എത്ര തന്നെ? 1 മീറ്റർ. നാലാമത്തെ ത്രികോണത്തിൻ്റെ ബേസ് അല്ലെങ്കിൽ പാദം എപ്പോഴും 1 മീറ്റർ. അപ്പോൾ ബേസുകൾക്ക് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ത്രികോണത്തിൻ്റെ ബേസ് എത്രയായിരിക്കും? നിങ്ങൾ പറ, ബേസ് എത്രയായിരിക്കും? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ 10 ഞാൻ എഴുതുന്നു, ഒരു സംശയവും ഇല്ലാതെ എഴുതുന്നു. ട്രയാങ്കിൾ 10ാമത്തതിൻ്റെയും ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? 1 മീറ്റർ. ഒരു സംശയമില്ല. എന്തുകൊണ്ടാ? ഇതുമൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്, ഇതൊന്ന്. അപ്പോൾ 10ാമത്തവൻ്റെ എത്ര തന്നെ ആയിരിക്കും? 1. സെറ്റാക്കി വെച്ചേ. ഇനി പറ മക്കളെ, ഇനി അടുത്തത് എന്തുവാ? ആൾട്ടിറ്റ്യൂഡ്. ഇതാണല്ലോ ആ രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഉയരം. കണ്ടോ, രണ്ടാമത്തെ ത്രികോണത്തിന്റെ ഉയരം ഇതല്ലയോ? അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഉയരം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് നമുക്ക് കൊടുക്കാം. ആൾട്ടിറ്റ്യൂഡ് എത്ര? √2 മീറ്റർ ആണ്. എത്രയാണ്? √2. ഇതാ നോക്കൂ മക്കളെ, ഒന്നാമത്തെ ത്രികോണത്തിൻ്റെത് 1 മീറ്റർ ആയിരുന്നു. രണ്ടാമത്തേലെത്തിയപ്പോൾ അത് എത്രയായി? √2 ആയിട്ട് മാറി. അങ്ങനെ ഈ മൂന്നാമത്തെ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ √3. നാലാമത്തെ എത്രയായിരിക്കും? √4 അല്ലെങ്കിൽ 2. അങ്ങനെ പോകും. നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ 2ന്റെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ ഈ ചരിഞ്ഞ ദൂരം കണ്ടുപിടിച്ചു. ഇതാണ്ട് ഈ വശം എത്ര നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നോക്കതാണ്ട് ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഏറ്റവും നീളം കൂടിയ സൈഡ് ഇതായിരിക്കും. രണ്ടാമത്തെ ട്രയാങ്കിൾ. അങ്ങനെയാണെങ്കിൽ പറ, എന്തോ നമ്മൾ കണ്ടുപിടിക്കേണ്ട? ഹൈപ്പോടെന്യൂസിൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? √2ന്റെ സ്ക്വയറിൻ്റെ കൂടെ എത്ര കൂട്ടണം? 1ന്റെ സ്ക്വയർ കൂട്ടണം. കണ്ടല്ലോ, ഈ സൈഡ് എത്ര? √2 ആണ്. എത്രയാണ്? √2. ഈ സൈഡ് എത്ര? 1. അപ്പോൾ എന്താണ്? √2ന്റെ സ്ക്വയറിൻ്റെ കൂടെ 1ന്റെ സ്ക്വയർ കൂട്ടണം. എന്ന് പറയുമ്പോൾ എത്ര? √2ന്റെ സ്ക്വയറിന് 2 + 1 എന്ന് പറയുമ്പോൾ എത്ര വരും? √3 ആണ് വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് എത്ര വരും? വെറും ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? √3 വരും. അപ്പോൾ ഈ സൈഡ് എത്ര? √3. സെറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ പറ. എപ്പോഴും ഏതൊരു ട്രയാങ്കിളിൻ്റെ ബേസ് അത് തന്നെ. ഒന്നാമത്തെ ട്രയാങ്കിളിൽ 1 എന്ന് എഴുതുവാണെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൽ 2 എന്ന് വരും. അങ്ങനെയാണ്. ഇത് √1 ആണ്. √1ന്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഡൗട്ടൊന്നും വേണ്ട. ഇത് √1 തന്നെ. √1 തന്നെയാണ് 1. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ആയപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ അവിടെ എന്താ വന്നേക്കുന്നത്? √2 എന്നാണ് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പറ, 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? √10 മീറ്റർ എന്ന് വരും. സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ 10ാമത്തെ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്ര വരും? √10. ഉണ്ട്. അതിൻ്റെ അകത്ത് 10. ഏത് 10? ട്രയാങ്കിൾ 10 ആയതുകൊണ്ട് അകത്ത് 10. ഓക്കെയാണ്. ഇവിടെ നോക്ക്, രണ്ടാമത്തെ ട്രയാങ്കിൾ ആയതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡ് എത്ര? 2. ഒന്നാമത്തെ ട്രയാങ്കിൾ ആണെങ്കിൽ √1 തന്നെ. √1 തന്നെ 1 തന്നെ. അതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് കിടക്കുന്നത്. ഡൗട്ട് വേണ്ട. √1 തന്നെ. √1ന്റെ വാല്യൂ 1 ആണ് കേട്ടോ. സെറ്റാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 10ാമത്തെ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസ് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? ആ ചരിഞ്ഞ ദൂരം എത്രയായിരിക്കും? 10ാമത്തെ ട്രയാങ്കിളിലെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10ന്റെ സ്ക്വയറിന്റെ കൂടെ എന്ത് കൂട്ടണം? 1ന്റെ സ്ക്വയർ കൂട്ടണം. എത്ര കിട്ടും? √10ന്റെ സ്ക്വയർ 10. 10 + 1 എന്ന് പറയുമ്പോൾ 11. 11 എന്ന് പറയുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് 11. അങ്ങനെയാണെങ്കിൽ പറ, ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടും? ഹൈപ്പോട്ടന്യൂസ് എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ √11 ആണ് കിട്ടുന്നത്. ഹൈപ്പോട്ടന്യൂസ് √11 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പടത്തിനകത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ബേസ് 1 മീറ്റർ, ഓൾട്ടിറ്റ്യൂഡ് എത്ര തന്നെ? √10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്ര? √11 മീറ്റർ ആണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്. ഈ ചോദ്യത്തിൽ തന്നെ മറ്റൊരു സബ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഹൗ മച്ച് മോർ ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ 10th ട്രയാങ്കിൾ ദാറ്റ് ഓഫ് ദ 9th ട്രയാങ്കിൾ? 10ാമത്തെ ട്രയാങ്കിളും 9ാമത്തെ ത്രികോണവും തമ്മിലുള്ള ചുറ്റളവുകളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദ്യം. 10ാമത്തെ ചുറ്റളവും 9ാമത്തെ ചുറ്റളവും വേണം. ഇവർ തമ്മിൽ കുറച്ചാൽ എത്ര എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ പറ, 9ാമത്തെ ട്രയാങ്കിളിന്റെ ഓരോ കാര്യങ്ങൾ നമുക്കറിയാം. ഈ പടവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് 9ാമത്തെ ട്രയാങ്കിൾ. ഇത് 2, 3, 4 അങ്ങനെ എത്രാമത്തെ ട്രയാങ്കിൾ? 9ാമത്തെ ട്രയാങ്കിളും 10ാമത്തെ ട്രയാങ്കിളും. അപ്പോൾ 9ാമത്തെ ട്രയാങ്കിൾ എഴുതാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. എപ്പോഴും ഏതൊരു ട്രയാങ്കിൾ ആണെങ്കിലും ബേസ് എത്ര തന്നെയാണ്? ബേസ് എത്ര തന്നെയാണ്? 1 മീറ്റർ. എപ്പോഴും എത്ര തന്നെയായിരുന്നു? 1 മീറ്റർ. കണ്ടല്ലോ, ഇവിടെ എല്ലാം നിങ്ങൾ കണ്ടതാ. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ബേസ് 1 തന്നെ, രണ്ടാമത്തേൻ്റെ അത് തന്നെ, മൂന്നാമത്തേൻ്റെ അത് തന്നെ, നാലാമത്തേൻ്റെ അത് തന്നെ. അതുകൊണ്ട് 9ാമത്തെ ട്രയാങ്കിളിൻ്റെ ബേസ് എത്ര തന്നെ? 1 മീറ്റർ.
ഇനി രണ്ടാമത്തെ കാര്യവും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? √1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എത്ര? രണ്ടാമത്തെ √2. അങ്ങനെയാണെങ്കിൽ ഒമ്പതാമത്തെ എത്ര എന്ന് ചോദിച്ചാൽ √9 ആയിരിക്കും. √9 വാല്യൂ നിങ്ങൾക്കറിയാം എത്രയാണ്? 3 മീറ്റർ ആയിരിക്കും കേട്ടോ. √9 അറിയാമല്ലോ, 3 × 3 ആണ് 9. അതുകൊണ്ട് √9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. അതുകൊണ്ട് 3 മീറ്റർ. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ 3ന്റെ സ്ക്വയറിന്റെ കൂടെ 1ന്റെ സ്ക്വയർ കൂട്ടണം. അറിയാലോ, 3ന്റെ സ്ക്വയർ എത്ര? 9. 9 + 1 ആയിരിക്കും. എന്ന് പറയുമ്പോൾ എത്ര വരും? 10 വരും. അല്ലെങ്കിൽ വെറും ഹൈപ്പോട്ടിന്യൂസ് ചോദിച്ചാൽ, വെറും ഹൈപ്പോട്ടിന്യൂസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ റൂട്ട് ഇടണം. അതുകൊണ്ട് ഒമ്പതാമത്തെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് എത്ര എന്ന് ചോദിച്ചാൽ √10 മീറ്റർ ആയിരിക്കും. എത്ര ആയിരിക്കും? √10 മീറ്റർ. സെറ്റാണ്. അപ്പൊ പത്താമത്തെ ട്രയാങ്കിൾ 10ന്റെ ബേസ് എത്ര എന്ന് ചോദിച്ചാൽ എത്ര തന്നെ? 1 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ദാ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾട്ടിറ്റ്യൂഡ് എത്ര? √10 മീറ്റർ. ഓൾട്ടിറ്റ്യൂഡ് എത്ര? √10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നതിനകത്ത് ഹൈപ്പോട്ടിന്യൂസ് എത്ര? √11 മീറ്റർ. ഹൈപ്പോട്ടിന്യൂസ് എത്ര? √11 മീറ്റർ ആണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിന്റെ പെരിമീറ്റർ എത്ര എന്ന് ചോദിച്ചാൽ, ഇതിന്റെ പെരിമീറ്റർ എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 1 + √10 + √11 എന്ന് എഴുതാൻ പറ്റും. പെരിമീറ്റർ എത്ര? അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതും ഈ ഒൻപതാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഇനി നമുക്ക് എഴുതാനുള്ളത്. അതാണ് ചോദ്യം. നോക്ക്, പത്താമത്തെ ത്രികോണത്തിനും ഒൻപതാമത്തെ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? കുറച്ച് നോക്കണം. അപ്പൊ ഒൻപതാമത്തതും പത്താമത്തെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പത്താമത്തതിൽ വലുത്. അപ്പൊ പത്താമത്തെയും ഒൻപതാമത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എഴുതാൻ പോവുകയാണ്. പെരിമീറ്റർ അപ്പം പത്താമത്തെയാണ് 1 + √10 + √11 എന്നാണ് പെരിമീറ്റർ. മൈനസ്, കണ്ടോ, ഇതാണോ പത്താമത്തെ. അതിൽ നിന്നും എന്ത് ചെയ്യണം? മൈനസ് കുറയ്ക്കണം. ഏതിൻ്റെത്? ഈ ഒൻപതാമത്തേൻ്റെത്. അപ്പൊ എത്ര വരും? +3 + √10 ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കുന്നത് കൊണ്ട് ബ്രാക്കറ്റ് ഇടാൻ മറക്കാതിരിക്കുക. +√10 + √11 എന്ന് എഴുതാം. മൈനസ് ഓഫ്, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, 1 3 കൂടെ കൂട്ടി എത്ര എഴുതാം? 4 എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? 4 + √10 എന്ന് എഴുതാം. ഇനി അടുത്ത വരി നമുക്ക് ബ്രാക്കറ്റ് തുറക്കാം. അപ്പൊ 1 + √10 + √11 അതുപോലെ തന്നെ -4 എന്നെഴുതി. -√10 എന്നുള്ള ചേഞ്ചസ് വരും. കണ്ടോ, ബ്രാക്കറ്റ് മാറ്റാൻ നേരത്തെ ഈ പ്ലസ് എന്തായി മാറും? മൈനസ്. ഇനി ഒരുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇത് +√10 ഇതെന്തോ -√10 ആണ്. അപ്പൊ എന്ത് സംഭവിച്ചു? ഇതാണ്ട് ഈ +√10 -√10 എന്ത് ചെയ്തു? വെട്ടിപ്പോയി. കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എന്തായി പോവും? 0. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അടുത്ത വരിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ 1 ഉണ്ട്, അവിടെ ഒരു -4 ഉണ്ട്, +√11 ഉണ്ട്. കണ്ടല്ലോ, ശ്രദ്ധിക്കണേ. ഈ 1 ദാണ്ട് എഴുതി, ദാണ്ട് ഇവിടെ ഒരു -4 ഉണ്ട്, അതെടുത്ത് എഴുതി. ദാണ്ട് ഇവിടെ ഒരു +11 ഉണ്ടായിരുന്നു, അത് +√11 എടുത്തെഴുതി. ഇനി നിങ്ങൾ ആലോചിച്ച് 1 ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? -3. 1 -4ന്റെ ഉത്തരം -3 + √11 ആണ്. ഇത് തിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? √11 -3 എന്ന് വരും. സെറ്റാണ്, സംശയമൊന്നുമില്ല. ഇത് എങ്ങനെ വന്നു എന്നാണ്ട്, ഇത് -3 ആണ്, അതുകൊണ്ട് തിരിച്ചെഴുതിയേ ഉള്ളൂ. ഇത്രയും എന്ത് മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ പത്താമത്തതിന്റെയും ഒമ്പതാമത്തതിന്റെയും പെരിമീറ്റർ തമ്മിൽ കുറച്ചാൽ എത്ര കിട്ടും എന്ന് വെച്ചാൽ √11 - 3 കിട്ടും. സെറ്റാണ്. അപ്പൊ തന്നിരിക്കുന്നതാണ് ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ ഹൈപ്പോട്ടിന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ? കണ്ടോ, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇത് ABC എന്ന് പേര് കൊടുത്താൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? BC ആണ്. ഇതാണല്ലോ അതിന്റെ ഹൈപ്പോട്ടിന്യൂസ്. ഇത് കണ്ടുപിടിക്കണം. എന്ന് കണ്ടുപിടിക്കാൻ നേരത്ത് പറയുന്നു പെർപെൻഡിക്കുലർ സൈഡ് √2ഉം √3 ആണ്. എന്താണ് ഈ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങൾ? അപ്പൊ എന്താണ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അല്ലെങ്കിൽ ലംബവശങ്ങൾ. ആ ലംബവശങ്ങൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് √3ഉം ഒരു സൈഡ് √2ഉമാണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാനാണ് ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻ. സെറ്റാണ്, അത് നമുക്ക് ചെയ്യാം. അപ്പൊ പറ, BCയുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം √3ന്റെ സ്ക്വയറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? √2ന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? കുറയ്ക്കണോ കൂട്ടണോ? കൂട്ടണം കേട്ടോ. ഇവിടെ എന്തുകൊണ്ട് പ്ലസ് വന്നു എന്ന് ചോദിച്ചാൽ നീളം കൂടിയ സൈഡായിട്ടുള്ള ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാൻ നേരത്തെ എന്താ ചെയ്യേണ്ടത്? കൂട്ടുകയാണ്, മറക്കല്ലേ. ഇനി പറ, √3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വെറും 3 ആവും, പ്ലസ് √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ വെറും 2 ആവും. ഇതൊക്കെ പഠിപ്പിച്ച √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 × √3 3 ആവും എന്നൊക്കെ. BC സ്ക്വയർ സമം ഇപ്പം എന്ത് വരും? BC സ്ക്വയർ സമം 5 എന്ന് ഉത്തരം വരും. അവിടുന്ന് BC എന്ന് പറയുന്ന വാല്യൂ √5 എന്ന് കിട്ടും. എന്ത് വരും? √5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ വാല്യൂ എത്ര? √5. കഴിഞ്ഞില്ല. ഇനി ബാക്കിയൊരു ചോദ്യമുണ്ട്. ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ദാൻ ദ ഹൈപ്പോട്ടിന്യൂസ്?
ഹൈപ്പോട്ടന്യൂസും ഇവർ തമ്മിൽ കൂട്ടിയാലുള്ള ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നൊരു ചോദ്യവും കൂടെ ഉണ്ട്. സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് വെച്ചാൽ എന്തോ പെർപെൻഡിക്കുലർ സൈഡിന്റെ കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ എന്തോ സം ഓഫ് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ് ആയിരിക്കും √3 പ്ലസ് √2 കൂട്ടണം എന്ന് പറയുമ്പോൾ 1.732ന്റെ കൂടെ എന്ത് കൂട്ടണം 1.414 കൂട്ടണം. അപ്പോൾ കൂട്ട 1.732 പ്ലസ് 1.414 കൂട്ടുകയാണ്. അപ്പോൾ ഉത്തരം എത്ര വരും? 2 4 6 4 7 4 11 ഇഷ്ടമൊന്ന് ഉത്തരം 3.146 കിട്ടും. അത്രയും എന്ത് സെന്റിമീറ്റർ കിട്ടും. അപ്പോൾ ഈ രണ്ട് വശം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ഇത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതും ഈ രണ്ട് വശം കൂട്ടുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 3.146 കുറയ്ക്കണം √5. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രമാത്രം കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആണ് ന്യൂജൻ മാത്ത് ഈ ചാനൽ വരിക, കാണുക, പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക്